പൊട്ടിത്തെറിക്കുന്നു പാർട്ടി. CPM-ന്റെ സമ്മേളനകാലം മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്തതുപോലെ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലാണ് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ശ്രീ എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ CR നീലകണ്ഠൻ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത്. ശ്രീ മധു മുല്ലശ്ശേരി അങ്ങ് എന്നെ കേൾക്കാമോ? ശ്രീ മധു മുല്ലശ്ശേരി, അങ്ങ് ഗൗരവതരമായ ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, അതായത് അങ്ങ് നയിച്ചിരുന്ന പാർട്ടി ഘടകത്തിൽ നിന്ന് ഇന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന് പെട്ടെന്നുണ്ടായ കാരണമാണോ അതോ ഏറെ നാൾ നീണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബലാബലത്തിന് ശേഷം എടുത്ത തീരുമാനമാണോ? പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. എന്നാൽ ഇന്നത്തെ കാര്യം പെട്ടെന്നുണ്ടായതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ബി ജോയ് ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം എന്നോട് കാണിക്കുന്ന അവഗണന താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാൻ 8 വർഷക്കാലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, 6 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറിയായി, കടവമ്പള്ളി സുരേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, ആനാവൂർ നാവപ്പനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പല ആളുകളുമായി ബന്ധപ്പെട്ട് ബി ജോയി ജില്ലാ സെക്രട്ടറി ആയത്. ഐക്യത്തോടെ പോയിക്കൊണ്ടിരുന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി. ആ കമ്മിറ്റിയെ വിഭാഗീയത കൊണ്ടുവന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ന് ഇതെല്ലാം സംഭവിച്ചതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയാണ് മംഗലപുരത്തെയും തിരുവനന്തപുരത്തെയും പാർട്ടി ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ ഉത്തരവ്. വലിയ ആരോപണമാണ് ജോയിക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ആരോപണമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല നേതാക്കളോടൊപ്പം ഞാൻ പ്രവർത്തിച്ച ഒരു ആളാണ് ഞാൻ. എന്നെയാണ് ഒരു വർഷക്കാലമായി പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല. ഒറ്റ നേതാവിനോടുള്ള എതിർപ്പ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മറ്റു ഘടകങ്ങൾ അങ്ങേക്ക് ബോധിപ്പിക്കാനും വിശ്വാസത്തിലെടുക്കാനും സാധിച്ചില്ലേ? സാധിച്ചിരുന്നു. പല ഘടകങ്ങളോടും ഞാനിത് സൂചിപ്പിച്ചിരുന്നു. പല ഘടകങ്ങളിലും ഞാനിത് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അവരൊന്നും ഇത് ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ ഇപ്പോൾ 6 വർഷമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട്, ഈ 6 വർഷക്കാലത്തെ പ്രവർത്തനം മോശമായിരിക്കും. അല്ലെങ്കിൽ പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ചർച്ചയിൽ എനിക്കെതിരായിട്ട് ആരെങ്കിലും വലിയ ആരോപണങ്ങൾ ആലോചിക്കണം. ഇന്നലെ നടന്ന ചർച്ചയിൽ 10 ലോക്കൽ കമ്മിറ്റികളുള്ളതിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പോലും പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് ഒരു വിമർശനമുണ്ടായില്ല. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം മാത്രം എടുത്താൽ മതി. പുതിയതായി വന്ന ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി വലിയ ആശങ്കയോടുകൂടിയാണ് എന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി ആക്കുന്നത്. പാർട്ടി ഇടുന്ന ഓരോ പരിപാടിയും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്, കർശനമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. പിന്നെ എന്തിനു മാറ്റുന്നു? 1 രൂപ പാർട്ടി ആനുകൂല്യം പറ്റിക്കൊണ്ടല്ല ഞാൻ ഈ 6 വർഷവും പാർട്ടി ചെയ്തു. രാവിലെ എന്നെ അറിയിക്കുകയല്ല, ഞാൻ അറിയുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ മാറ്റുന്നത്? 6 വർഷത്തെ പ്രവർത്തനം മോശമാണോ? ഇന്നലെ നടന്ന ചർച്ചയിൽ എനിക്കെതിരായിട്ട് ചർച്ച വന്നോ? അപ്പോൾ നേതാക്കളിൽ നിന്ന് വന്ന മറുപടി പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെ ഒരു സംഘടന രീതിയുണ്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? 6 മാസം കൊണ്ട് മംഗലപുരം ഏരിയ അത് പാർട്ടിയല്ലേ. പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. കൃത്യമായി രാവിലെ 9 മണിക്ക് ഞാൻ അറിഞ്ഞു എന്നെ മാറ്റുന്നു എന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതിനുള്ള ജില്ലാ സെക്രട്ടറി അടുത്ത കാലത്ത് ചോദിക്കുകയാണോ ചെയ്തത്, എന്തിനാ എന്നെ മാറ്റുന്നു എന്ന്? അതോ ശ്രീ വി ജോയിയോട് ചോദിക്കുകയാണോ അതോ അതിലും മുതിർന്ന നേതാക്കളോട് ചോദിക്കുകയാണോ ചെയ്തത്? സംസ്ഥാന നേതൃത്വത്തോട്, സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വത്തോട് ഞാൻ ചോദിക്കാനുണ്ടായത്. അങ്ങനെയാണ് അവർ മാറ്റുന്നു എന്ന ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടി വന്നത്, എന്തിനാണ് എന്നെ മാറ്റുന്നു എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് പാർട്ടിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. 6 മാസം കൊണ്ട് സ്വന്തമായി സ്ഥലം വാങ്ങി
6 മാസം കൊണ്ട് വലിയ അതിമനോഹരമായ ഒരു ഓഫീസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശ്രീ മധു മുല്ലശ്ശേരി, അങ്ങ് പറയുന്നു വി ജോയ് അങ്ങേ കഴിഞ്ഞ 1 വർഷമായി അങ്ങേ തടയുന്നു, അങ്ങേക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നൊക്കെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എന്താണെന്ന് അറിയില്ലല്ലോ. പാർട്ടി ഏരിയ കമ്മിറ്റി ഒരു സാധനം നമ്മളെ ജില്ലയിലില്ല, നമ്മളെ ഏരിയയിലില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയി ആയതിനു ശേഷം ഏരിയ കമ്മിറ്റി ആഫീസ് തന്നെ ജില്ലാ സെക്രട്ടറി വീട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഏരിയ കമ്മിറ്റിയോ ഏരിയ സെക്രട്ടറിയോ ഒരു തീരുമാനം എടുക്കുന്നു, അതിനെ ജില്ലാ സെക്രട്ടറി മാറ്റിമറിക്കുന്നു. എത്ര കാലം ഈ അവഗണന തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയില്ലല്ലോ. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഗ്രൂപ്പ് പിടിച്ച്, രാത്രിയും പകലും ഗ്രൂപ്പ് പിടിച്ച് എനിക്കെതിരായിട്ട് വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചോളം സെക്രട്ടറിമാർക്ക് വലിയ ആരോപിക്കുന്നത് വ്യക്തമായി ആരോപിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് മംഗലപുരത്ത് മാത്രമല്ല, മറ്റുള്ള പല ഏരിയ കമ്മിറ്റികളുണ്ട്. പക്ഷേ അവരെല്ലാം ഇത് പറയാൻ മടിക്കുന്നു. എന്താണ്? പറഞ്ഞാൽ പാർട്ടിയിൽ കാണൂല, കണ്ണുഴപ്പിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല ഏരിയ സെക്രട്ടറിമാർക്ക്, പല ജില്ലാ സെക്രട്ടറിമാർക്കും ഞാൻ പറയുന്ന ആരോപണമുണ്ട്, ആക്ഷേപമുണ്ട്. ഭീഷണിയാണ് ഉയർത്തുന്നത് ശ്രീ മധു പക്ഷേ മുല്ലശ്ശേരി? അവരെല്ലാം ഇത് തുറന്നു പറയാനായിട്ട് മടിക്കുന്നു. കേട്ടില്ല? എന്ത് ഭീഷണിയാണ് ഉയർത്തുന്നത്? വിരട്ടുകയാണ്. മര്യാദക്കിരുന്നിൽ പാർട്ടിയിൽ കാണൂല എന്ന് വിമർശനം നടത്തുകയാണ്. ശരി, ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകര് 10, 15, 20 വർഷം 1982 മുതൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ് ഞാൻ. ബ്രാഞ്ച് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായി, പാർട്ടി ലോക്കൽ സെക്രട്ടറിയായി, പാർട്ടി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ദീർഘകാലം മംഗലപുരത്ത് പ്രവർത്തിച്ച ഒരു പാർട്ടി സഖാവാണ് ഞാൻ. എന്താണ് ഈ കണ്ണടപ്പിക്കുമെന്ന ഭീഷണി? ആ സഖാവിനെയാണ് ഇത്തരത്തിൽ കണ്ണടച്ച് വിരട്ടും എന്നാണ് പറയുന്നത്. കണ്ണുരുട്ടും. ശരി, ഇപ്പോ അങ്ങ് വി ജോയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ പോലും പാർട്ടിയിൽ നിൽക്കാൻ, പാർട്ടി ഘടകത്തെ, പാർട്ടി ഭരണത്തെ കയ്യിൽ പിടിയിൽ ഒതുക്കാൻ വേണ്ടി അവിടെ തോക്കാനുള്ള ശ്രമം നടത്തിയെന്നൊക്കെയാണ്. അതൊക്കെ അങ്ങേക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണോ? ബോധ്യമുള്ള കാരണം, സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ, ഏത് തെരഞ്ഞെടുപ്പിലായിരുന്നാലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി വി ജോയിയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥി വി ജോയിയാണ്. അങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയല്ലേ. തോറ്റപ്പോൾ വലിയ സന്തോഷമായിരുന്നു. സ്വന്തം ബൂത്ത് BJP കൈകാര്യം ചെയ്തത്, BJP ജയിച്ചത്. അഴൂർ ജോയിയുടെ പഞ്ചായത്ത്, അഴൂർ പഞ്ചായത്ത് ഇന്ന് ഭൂരിപക്ഷം നിൽക്കുന്നത് BJPക്കാണ്. പിന്നെ ഈ ജോയി എങ്ങനെ മറ്റുള്ള സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? പലരെയും സ്വാധീനിച്ച് വർക്കല പോയി സ്ഥാനാർത്ഥിയായി. പലരെയും സ്വാധീനിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു LC സെക്രട്ടറി ആയിട്ടില്ല, ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടില്ല, ഒന്നും ആവാതെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ആളുകളെ സ്വാധീനിച്ചു. ഇങ്ങനെയല്ലേ രാഷ്ട്രീയം നടക്കുന്നത്? ഈ ജോയിയാണോ ബാക്കിയുള്ളവരെ നിലയ്ക്ക് നിർത്താൻ നടക്കുന്നത്? ഒരു ഘട്ടത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ഒരു ഘട്ടത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു, പ്രതിനിധി പോലും ആവാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. അതിനെല്ലാം എവിടെയാണോ ആരെയാണോ ഉപയോഗിക്കേണ്ടത്, അതിൽ ജാതിയോ മതമോ നോക്കാതെ ആരെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഉപയോഗിച്ചു. ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ വോട്ട് വ്യത്യാസം അല്ലല്ലോ. സ്വന്തം പഞ്ചായത്ത് കിട്ടിയില്ലല്ലോ. സ്വന്തം പഞ്ചായത്ത് കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലോ. സ്വന്തം വാർഡ് പിടിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലോ. അതൊന്നും നടന്നില്ലല്ലോ. വലിയ മഹാനെന്നല്ലേ പറയുന്നത്. സ്വന്തം പഞ്ചായത്തിൽ ഒരു 10-350 വോട്ട് നേടാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. വലിയ ആരോപണമല്ലേ ഇവിടെ നിലനിൽക്കുന്നത്? അല്ല ശ്രീ, അതിലൊരു പ്രശ്നമുണ്ടല്ലോ. കഴിഞ്ഞ തവണ 38,000 വോട്ടിന്റെ വ്യത്യാസമാണ് 1000-ൽ താഴെ വോട്ട്, ഏതാണ്ട് 700ഓളം വോട്ടിന് മാത്രം വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ വി ജോയ്ക്ക് സാധിച്ചത്. അത് തോൽക്കണമെന്ന് വിചാരിച്ചൊരു സ്ഥാനാർത്ഥി നടത്തിയ പോരാട്ടത്തിന്റെ പാർലമെന്റ് മണ്ഡലമാണ്.
ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് ഇത് തന്നെയാണ് ആറ്റിങ്ങൽ ഞാൻ പറഞ്ഞത്. പാർലമെന്റ് ആണ് എന്ന് ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ളവര്. കഴിഞ്ഞ തവണയും അടൂർ പ്രകാശ് നിങ്ങളുടെ അടുത്ത് നേസമ്പത്തിന്റെ അടുത്ത് സ്വന്തം പിടിച്ചു വാങ്ങിയ മണ്ഡലത്തിലെ മണ്ഡലമല്ലേ? ആള്. അന്ന് 10-38,000 വോട്ടിന്റെ വ്യത്യാസമില്ലേ? അതല്ലേ ഈ 1000-ൽ താഴെ വോട്ടുകളിലേക്ക് പരിമിതപ്പെടുത്തിയത്? അതങ്ങനെ തോൽക്കണമെന്ന് വിചാരിച്ചൊരു സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്നതാണോ? ഇതാരാ കൊണ്ടുപോയത്? ഒരു BJP-യുടെ വളർച്ചയല്ലേ? BJP അല്ലേ കൊണ്ടുപോയത്? BJP അല്ലേ വോട്ട് കൊണ്ടുപോയത്? ഇത് ആരാ കുഴപ്പം? സ്വന്തം മണ്ഡലം, സ്വന്തം സ്ഥലം. എന്നിട്ട് പോലും BJP-ക്ക് മുൻകൈ ഉണ്ടല്ലോ, മുന്നേറ്റം ഉണ്ടായല്ലോ. അല്ല, അതിപ്പോ CPM-ന്റെ 20,000 വോട്ടാണ്, പക്ഷെ കോൺഗ്രസിന്റെ 40,000 വോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കാണ് കുറവ് നഷ്ടമുണ്ടായത്, നിങ്ങൾക്കാണ് വോട്ട് ഗെയിൻ ഉണ്ടായത്. ഇല്ല, തോക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ മത്സരിക്കുന്നത്. ജയിക്കുന്നതിന് വേണ്ടിയല്ലേ. തോക്കാൻ വേണ്ടിയല്ലല്ലോ. തോക്കാൻ വേണ്ടി മത്സരിച്ചതല്ലേ ഇവിടെ ഈ കുഴപ്പം വന്നത്. തോൽക്കാൻ വേണ്ടി മത്സരിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ പാർട്ടിയുടെ വേരോട്ടം, പാർട്ടിയുടെ അടിത്തറ, അതുകൊണ്ട് മാത്രമാണ് ജോയിക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത്. അല്ല, ജോയിയുടെ പ്രവർത്തനം കൊണ്ടാണോ? ജോയിയുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനം കൊണ്ടാണോ? വ്യക്തിപരമായ താല്പര്യമായിരുന്നു, പക്ഷെ അതിനപ്പുറത്തുള്ള സംഘടനാ സംവിധാന മികവ് കൊണ്ട് ഇത്രയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് അങ്ങ് പറയുന്നത്. നമ്മളെല്ലാം സംഘടനാ പ്രവർത്തനം വലുതല്ലേ? CPM-ന്റെ മംഗലപുരം ഏരിയ കമ്മിറ്റിക്കകത്ത് 5 പഞ്ചായത്തുകളുണ്ട്. ഈ 5 പഞ്ചായത്തും ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. ഒരു ബ്ലോക്ക് കമ്മിറ്റിയുണ്ട്, അത് നേതൃത്വം നൽകുന്നത് CPM ആണ്. 3 ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അത് നേതൃത്വം നൽകുന്നത് CPM ആണെന്നാണ്. 2 മണ്ഡലമുണ്ട് നമ്മളെ ഏരിയക്കകത്ത്, ആ 2 മണ്ഡലവും നേതൃത്വം കൊടുക്കുന്നത് LDF ആണ്. അത്രയ്ക്ക് അടിത്തറ ഉള്ളൊരു പ്രദേശമാണ് CPM-ന് എല്ലാ കാലത്തും. ആറ്റിങ്ങൽ പാർലമെന്റും ചെറിയങ്കഴ്, നെടുമങ്ങാട് മണ്ഡലങ്ങൾ. ഓക്കെ, ശരി. ശ്രീ മധു മുല്ലശ്ശേരി, അങ്ങ് തുടരണേ. ഞാൻ മറ്റതിഥികളിലേക്ക് പോയിട്ട് അങ്ങയിലേക്കൊന്ന് തിരിച്ചു വരട്ടെ, അങ്ങൊന്ന് തുടരണം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ കേൾക്കാമോ? ഓക്കെ. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, പാലക്കാട് മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി അവിടെ നിന്ന് ഈ സമ്മേളന ദിവസം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ. പക്ഷേ പാർട്ടിക്കുള്ളിലുള്ള ഈ പ്രവണതകളെ ഒന്നും വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ മാധ്യമ സൃഷ്ടി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി ഒന്നും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഈ സമ്മേളന കാലത്ത് CPM-ന് സംഭവിക്കുന്നത്? മാധു, ഈ ചർച്ചയുടെ തുടക്കത്തിൽ പങ്കെടുത്ത ഇപ്പോൾ ഏരിയ സമ്മേളനത്തിൽ പുറത്തുപോയ ഏരിയ സെക്രട്ടറി പറഞ്ഞ ബാലിശമായ വാക്കുകൾ ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ കേട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, 2 തവണ അത് ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇനിയിപ്പോൾ മരണം വരെ അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആയിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്കിപ്പോൾ ഇതിനകത്ത് മനസ്സിലായൊരു വസ്തുതയുണ്ട്. പ്രിയപ്പെട്ട വി ജോയ് സഖാവ് കഴിഞ്ഞ നമ്മുടെ 50,000 വോട്ടിന് 2019 ജയിച്ച അടൂർ പ്രകാശിനെ ഏതാണ്ട് 680 വോട്ടോളം താഴോട്ട് കൊണ്ടുവന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ, അത് തന്നെയല്ല പല ബാലറ്റ് ആ 38,000 വോട്ട്. അല്ല, അത് തെരഞ്ഞെടുപ്പ് കേസ് നിൽക്കുകയാണ് അവിടെ. ബാലറ്റ് പേപ്പറോട് പലതും എണ്ണിട്ടില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട് അവിടെ. അത് തന്നെയല്ല, നമുക്കറിയാം ആ സമയത്ത് അവിടുത്തെ ഒരു അബ്കാരി മുതലാളി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി അല്ല, ആ ചോദ്യത്തിലേക്ക് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അദ്ദേഹം പാർട്ടിനെ ആക്ഷേപിച്ച് സംസാരിച്ചല്ലോ. വെറും ബാലിശമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞേ. ഈ 600 വോട്ടിന് തോറ്റതിൽ ഈ മനുഷ്യന് വലിയൊരു പങ്കുണ്ടെന്ന് ഇപ്പം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാം. കാരണം വ്യക്തിഹത്യ നടത്തി വി ജോയിനെ പോലെ ജനകീയ അടിത്തറയുള്ള അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിപ്പോൾ ജയിച്ച വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ അദ്ദേഹം മറന്നുപോയി. ഈ ഏരിയ സെക്രട്ടറിക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നുള്ള നിസ്തർക്കമാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് വന്നു കഴിഞ്ഞു. ഇവരൊക്കെ പോട്ടെ, 2 വട്ടം ഈ മനുഷ്യനെ എങ്ങനെ ഏരിയ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത്. ഇത്തരക്കാരൊക്കെ ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഈ പാർട്ടി സംഭവിക്കുന്ന വലിയ തകർച്ചയാന്ന് പറയുന്നത്? വാസ്തവം പറയുന്നതിന് അത്ഭുതം തോന്നുകയാണ്. ഇതുപോലുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് ഈ പാർട്ടിനെ വർണ്ണിക്കുക, പാർട്ടിയുടെ തകർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതും ഒരു ബാലിശമായ കാര്യങ്ങളാണ്. അങ്ങനെ ബാലിശമാകുന്ന വേറെ പ്രശ്നമുണ്ട്. CPM പോലെ ഒരു സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ച അദ്ദേഹം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പല ഘടകങ്ങളിൽ നയിച്ച് തെരഞ്ഞു വന്ന ഒരാൾക്ക് പാർട്ടി വീണ്ടും 2 ടേം അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തമ വിശ്വാസത്തിന്റെ പേരിലാണ്. CPM-നുള്ള വിശ്വാസം മാധ്യമങ്ങൾക്ക് പാടില്ലേ? അദ്ദേഹത്തെ 3-ാം തവണ അദ്ദേഹത്തിനോട് അനീതി ചെയ്ത് പുറത്താക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാലം തലേ ദിവസം ഇന്നലെ വരെ വിശ്വാസമായിരുന്നു. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അല്ല, അതാണ് പറയുന്നത്. തലേദിവസം വരെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ലാണ്ട് പിറ്റേ ദിവസം നേരപ്പെടുത്തും അദ്ദേഹം ഗസ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വി ജോയിയുടെ പരാജയത്തിന് കാരണമാകുന്ന തരത്തിലൊരു ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം CPM നില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ അന്വേഷണമോ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ വാക്കിലൂടെ എനിക്ക് വന്ന സംശയമാണെന്ന്. പാർട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശേഷിയുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട വി ജോയിയെ കുറിച്ചുകൂടെ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പറയാമായിരുന്നല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് പറയാൻ പറ്റായിരുന്നോ ഈ രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ സ്വയം തോറ്റിട്ട് ചിരിക്കുക എന്നൊക്കെ പറയാൻ പറ്റായിരുന്നു? അത് തന്നെ ചോദിച്ചല്ലോ. 31,000 വോട്ടിൽ നിന്ന് 650 വോട്ടായിട്ട് കുറച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് ആയുഷ്കാലം പദവി വേണം, അത്രേ ഉള്ളൂ. 2 പ്രാവശ്യം മത്സരിച്ച ഒരു MLAക്ക് 3-ാം വട്ട സീറ്റ് കൊടുക്കാത്ത ഒരു കീഴ്വഴക്കമുള്ളൊരു പാർട്ടിയിലാണ് 2 തവണ ഏരിയ സെക്രട്ടറി ആയ ഒരു വ്യക്തി തന്നെ മാറ്റൂ എന്നുള്ള സങ്കല്പത്തിന് അദ്ദേഹം പാർട്ടി വിട്ടുപോയി. ഇപ്പം എന്തൊക്കെയോ പറയുന്നത്, ഇവരെ പോലുള്ളവരൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ ഈ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുക. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞനുസരിച്ച് ബ്രാഞ്ച് മുതൽ ഏരിയ വരെ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വ്യക്തി ഇത്രയ്ക്കും പദവികൾ തുടങ്ങി പാർട്ടി വിശ്വസിച്ചു കൊടുത്ത് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് അക്കരെ പച്ച തേടി പോകുന്ന ഈ വ്യക്തിയോട് കൊടുത്ത് ഒറ്റ ആൾ പോലും പോയിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അധികം സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതിഥികൾ ധാരാളമുണ്ട്. ശ്രീ NM പിയേഴ്സൺ അല്പസമയത്തിനകം ജോയിൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പോവുകയും ചെയ്യാം. ശ്രീ N ശ്രീകുമാർ, നോക്കൂ, ഇത്രയധികം ഇടങ്ങളിൽ പ്രശ്നമുണ്ടായി. പത്തനംതിട്ടയിലും ഒക്കെ എല്ലായിടത്തും, തിരുവല്ലയിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. കരുനാഗപ്പള്ളിയിൽ, കൊഴിഞ്ഞാമ്പാറയിൽ, തിരുവല്ല ടൗണിൽ, പത്തനംതിട്ട കൊടുമണ്ണിൽ, ഈ പാലക്കാട് ഒറ്റപ്പാലത്ത് ഇങ്ങനെയൊക്കെ സമാന്തര സമ്മേളനം നടത്തുന്നു, കൊടിയുയർത്തുന്നു, കയ്യാങ്കളി നടത്തുന്നു. ഇത്രയധികം ആരോപണങ്ങൾ വന്നതുകൊണ്ടാണ് സാധാരണഗതിയിലാണ് എങ്കിൽ, എന്നിട്ട് പോലും CPM ഔദ്യോഗികമായ പ്രതികരണം നടത്താൻ തയ്യാറുമല്ല. സാധാരണഗതിയിലാണ് എങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് മാത്രം അഡ്രസ് ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കില്ലേ? നോക്കൂ മാധു, ഇപ്പോഴും അവർ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അതായത് CPMൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് CPMൻ്റെ കേരളത്തിലെ നേതൃത്വത്തിന് അവരുടെ ഏരിയ ലോക്കൽ ബ്രാഞ്ച് തലത്തിലുള്ള നേതാക്കന്മാരെ വിലയിരുത്തുന്നതിൽ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണ രീതിയിൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ സമ്മേളനങ്ങളെ സംസ്ഥാന നേതാക്കൾ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നടപ്പാക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വടക്ക് ഭാഗത്ത് വലിയ കുഴപ്പം കാണുന്നില്ലല്ലോ. കാരണം പാർട്ടിയുടെ നേതാക്കളെല്ലാം കണ്ണൂരിൽ ഒതുങ്ങിയിരിക്കുകയാണ്. തെക്ക് ആരാണ് നയിക്കുന്നത് പാർട്ടിയെ? അതായത് പാർട്ടിയെ നയിക്കാൻ പറ്റിയ ഒരു നേതാവ് തെക്കു ഭാഗത്ത് CPM ഇല്ലാതെ വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ദോഷം അവർ അനുഭവിക്കുകയാണ്. അത് പഴയ കാലത്താണ് VS ഉണ്ടായിരുന്നു, ഇപ്പോൾ G സുധാകരൻ അങ്ങനെയില്ല. ആനത്തലവട്ടം ആനന്ദം മരിച്ചുപോയി, PK ഗുരുദാസൻ അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആരാണ് തെക്കൻ തിരുവിതാംകൂറിൽ ഈ പാർട്ടിയെ നയിക്കുന്നതാണ്? അവിടെയാണല്ലോ കൂടുതൽ കുഴപ്പം വരുന്നത്. ആലപ്പുഴ ജില്ലയിലും കരുനാഗപ്പള്ളി, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പെട്ടതാണ്. കൊല്ലം ജില്ലയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും കടക്കുന്നു. ആനാവൂർ നാഗപ്പനെ പാർട്ടി മാറ്റിയ ശേഷം അന്ന് വി ജോയിയെ സെക്രട്ടറി ആക്കുമ്പോൾ തന്നെ അത് കടകംപള്ളി വിഭാഗത്തിനൊരു എതിർപ്പുണ്ടെന്നൊരു ഇത് വന്നിരുന്നു. അത് തിരുവനന്തപുരത്തെ കാര്യം ഞാൻ ഒതുക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇന്ന് ഈ പാർട്ടി അനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണം തുടർ ഭരണത്തിൽ പാർട്ടി അവരുടെ നയങ്ങളും പരിപാടികളൊക്കെ മാറ്റിമറിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒടുവിലത്തെ ഉദാഹരണം മാത്രം എടുക്കാം. ഇപ്പോൾ പാലക്കാട്ട് കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ CPMൻ്റെ 3 നേതാക്കൾ, NN കൃഷ്ണദാസ്, മന്ത്രി രാജേഷ്, അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി, അവിടുത്തെ മുൻ കേന്ദ്ര കമ്മിറ്റി AK ബാലൻ, ഇത്രയും പേർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സന്ദീപ് വാര്യരെക്കുറിച്ചും സരനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അതുപോലെ തന്നെ പാർട്ടിക്ക് എന്തായിരുന്നു മാധു ഒരു അജണ്ട? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടിയുടെ വിഷയം എന്തായിരുന്നു? അവരാദ്യം പാലക്കാട് കൊണ്ടുവന്ന എന്താണ്? ഒരു ഡീലിനെ കുറിച്ചല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ പാർട്ടി പ്രവർത്തകരെ നേതാക്കൾ പഠിപ്പിച്ചതല്ല തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ ഏത് കാലത്തും പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ അധികാര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അത്യാർത്ഥ്യം മൂലം പാർട്ടി എന്ത് ചെയ്തു? പ്രാദേശിക ഘടകങ്ങളെ വിലക്കെടുത്തില്ല, അവരെ മറന്നു, അവരെ വിശ്വാസത്തിലെടുത്തില്ല. ഇതൊക്കെ ഇങ്ങനെ പോകും എന്നാൽ ധരിച്ചു. പക്ഷേ കൊഴിഞ്ഞാമ്പാറയിൽ അതിന് തുടക്കമിട്ട്. എന്താ അവിടുത്തെ തുടക്കത്തിന്റെ പ്രത്യേകതയുണ്ട് മാധു. കാരണം അവിടെ പാർട്ടി പതാക ഉയർത്തി ബദൽ സമ്മേളനത്തില്. പാർട്ടി പതാക ഉയർത്തി മാത്രമല്ല, ഇപ്പൊ അത് പാർട്ടി രാഷ്ട്രീയത്തിലൊക്കെ അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ഈ മാധ്യമങ്ങളുടെ ഒരു ലോകം ഇന്ന് മാറിപ്പോയല്ലോ. സോഷ്യൽ മീഡിയ ഉണ്ട്, TV ചാനൽ യുഗമാണ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന കാര്യം മറ്റൊരു ബ്രാഞ്ചിൽ അറിയുകയാണ്.
അപ്പോൾ ഇവർക്ക് ആവേശം കൂടുകയാണ്. അതായത് ഈ പാർട്ടിയുടെ പണ്ട് MA ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിയിലെ അച്ചടക്കം എന്ന് പറയുന്നത് അടിമത്തമല്ലെന്ന് MA ജോൺ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നാണ് ശരിയായിരിക്കുന്നത്. MA ജോൺ അന്ന് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് പ്രാവർത്തികമായില്ല, പക്ഷേ ഇന്ന് CPM അത് മനസ്സിലാക്കുന്നു. എന്ത് അച്ചടക്കം അടിമത്തമല്ല. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി നിങ്ങൾ നോക്കൂ, പാർട്ടിയിലെ ഏരിയയിലത്തെ വനിതാ നേതാക്കൾ മാർച്ച് നടത്തിയത് എങ്ങോട്ടാണ്? പാർട്ടി ഓഫീസിലേക്ക്. അപ്പോൾ അവരെ തടഞ്ഞതാരാണ്? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയുടെ പോലീസ്. എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? പാർട്ടിയുടെ ആ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്നതിന് പകരം കോൺഗ്രസ്സുകാരെ പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഡയലോഗിന് പോലും സ്കോപ്പില്ലാത്ത തരത്തിൽ ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നം രൂക്ഷമായി എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ ഉയർത്തുകയും ചോദ്യങ്ങളായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പരിഹരിക്കുമെന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ വിഭാഗീയത പാർട്ടിയിൽ പുതിയതല്ല അല്ലെ? എത്രയും അച്ചടക്കമുള്ള ഒരു പാർട്ടിയിൽ പോലും എല്ലാ കാലത്തേക്കും ഇനി CPM-ന്റെ ചരിത്രം പറയുന്ന കാലം മുഴുവനും പറയാനുള്ള വിഭാഗീയതയുടെ ചരിത്രവുമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായത് എന്തൊക്കെയാണ്? ഇപ്പോൾ VS പിണറായി ഫൈറ്റ് എന്ന രീതിയിലാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ചേർത്താണ് ഏത് കാലത്തും പറഞ്ഞിരുന്നത്. ഇത് പക്ഷേ എന്തൊക്കെയാണ്? മാഫിയ ബന്ധം, ഈ പറയുന്ന ഇപ്പം ശ്രീ V ജോയ്ക്കെതിരെ മധു മുല്ലശ്ശേരി ഉന്നയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, സ്ത്രീപീഡന പരാതികൾ, ഗോവിന്ദച്ചാമിയും അമീറുൽ ഇസ്ലാമും പാർട്ടിയിലുണ്ട് എന്നതടക്കം ബോർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന വനിതാ നേതാക്കൾ, അവരെ നേരിടാൻ പോലീസിനെ വിളിച്ച് കാവലേൽപ്പിക്കുന്ന ഏരിയ നേതൃത്വം, ഇതാണ് പാർട്ടിയിൽ സംഭവിക്കുന്നത്. ഇതിന് ആശയപരമായ സമരം എന്ന് പറയാൻ കഴിയില്ല. ഇത് മധു ഇതൊക്കെ പറയുന്നത് ഒരു പാർട്ടിയെക്കുറിച്ച്, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്, രണ്ടാമതും ഭരിക്കുന്ന പാർട്ടിയാണ്, ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതിനോട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് യോജിപ്പില്ല. ഇത്തരം സംഭവങ്ങൾ, ജീർണതകൾ പാർട്ടിക്കകത്തുണ്ടാവും, തീർച്ചയാണ്. പ്രത്യേകിച്ച് രണ്ടാമതും ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ബോഡി പൊളിറ്റിക്സിനകത്ത് പ്രശ്നങ്ങളുണ്ടാവാം. ഇത് ഇപ്പോൾ നമ്മുടെ മധു മുല്ലശ്ശേരി നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ അത് ഏകപക്ഷീയമാണ് മധു. അതിനൊരു മറുവാദം നമ്മൾ കേട്ടിട്ടില്ല. ആ പാർട്ടിക്കകത്ത് ഘടകത്തിനകത്തുണ്ടാവാം, ഒരു പക്ഷേ ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടാവാം, അത് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാത്രം വെച്ച് വിലയിരുത്തുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഒരു പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഊണും ഉറക്കവും ഇട്ട് ഒഴിഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച് മതിലെഴുതി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പാർട്ടി നടത്തിയതായിരിക്കും. അവസാനം സ്ഥാനം നഷ്ടപ്പെടുന്നു, ഏകപക്ഷീയമായിട്ട് സ്ഥാനം നഷ്ടപ്പെടുന്നു വെച്ചു. ഞാൻ പറയട്ടെ, 1991 VS അച്യുതാനന്ദൻ 80 മുതൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. 80 മുതൽ 91 അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. ആരാ മാറ്റുന്നേ? EMS നമ്പൂതിരിപ്പാട് വളരെ കൗശലത്തോടു കൂടി, വളരെ തന്ത്രപരമായിട്ട് വോട്ട് അംഗങ്ങളുടെ, പ്രതിനിധികളുടെ വോട്ടിനകത്ത് കുറേ മാറ്റങ്ങൾ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള 15ഓളം പേരെ ചേർത്ത്, അതൊന്നും VS അറിയുന്നില്ല. ഞാനിത് റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ, ഞാനിവിടെ ഉണ്ട്. നോക്കിയപ്പം തിരഞ്ഞെടുപ്പ് വന്നു, അത് VS പ്രതീക്ഷിച്ചില്ല. തിരഞ്ഞെടുപ്പ് വന്നപ്പം EK നായനാർ സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാർ സെക്രട്ടറി. അപ്പോൾ ഇതൊക്കെ പാർട്ടിയിൽ ഉണ്ടാവും, എല്ലാ പാർട്ടിയിലും. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് പറഞ്ഞില്ലേ, 2 ടേം, 3 6 വർഷം ഇരുന്നു എന്ന് നമ്മുടെ മധു മുല്ലശ്ശേരി തന്നെ പറയുന്നുണ്ട്. ഇരിക്കാമായിരുന്നു. വേറെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും, ഞാനിതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ചെയ്തത് നീതിയാണോ അല്ലയോ എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹിർസ്ഫുടനമായിരുന്നു ഈ സംസാരവും അദ്ദേഹത്തിൻ്റെ നിലപാടും ഒക്കെയും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന് ഒരു മറുവശം ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താണ് നമ്മുടെ മുമ്പിൽ ഇല്ല ഇപ്പോൾ. സ്വാഭാവികമായും ഇതിപ്പോൾ ഇന്നും ഈ വിഷയത്തിലാണെങ്കിലും ആഭ്യന്തര വിഷയങ്ങളിൽ സാധാരണഗതിയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ ചാനൽ ചർച്ചകൾ പ്രതിനിധികളെ അയക്കാറില്ല എന്നുണ്ട്. എങ്കിലും നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം ഏകപക്ഷീയമായുള്ള ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ തുടർന്നാണ് സഹയാത്രികനായ ശ്രീ റെജി ലൂക്കസ് നമ്മൾ ചർച്ചയിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശക്തമായ പ്രതികരണം ഉണ്ടാകും, ഇതുമായി മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുകയും. വളരെ മാന്യനായ ഒരു സെക്രട്ടറി ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ രംഗപ്പുറത്ത് വല്ലതുകൊണ്ടോ മധു മുല്ലശ്ശേരി പറഞ്ഞ അർത്ഥമുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ശരി, അത് പാർട്ടി അന്വേഷിക്കുകയും വേണമല്ലോ, സ്വാഭാവികമായി ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടായ സ്ഥിതിക്ക്. ശരി, ശ്രീ CR നീലകണ്ഠൻ, എന്താ നോക്കൂ, ശ്രീ CR നീലകണ്ഠൻ ഇപ്പോൾ ഒരിടത്ത് രണ്ടിടത്ത് ഇത്രയും ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ നടക്കുന്ന ഇടത്ത് സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്താ ഉണ്ടാകാൻ പാടില്ലേ? കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ സമരങ്ങളുടെയും കലാപങ്ങളുടെയും കൂടിയാണ് എന്നുള്ളത്. പക്ഷെ ഇത് നിരന്തരമാണ് അല്ലേ? ഇതിപ്പോ എടുത്തു പറയാൻ നിന്നാൽ സ്ഥലം ഏതൊക്കെ എന്ന നിലയ്ക്ക് ഒരു വലിയ പട്ടിക മുന്നോട്ട് വെക്കേണ്ട തരത്തിൽ
CPM-ൽ ഉണ്ടാകുന്ന ഇത്തരം പൊട്ടിത്തെറികൾ സ്വാഭാവികമാണോ? അല്ല, ഇതില് മധു നേരത്തെ പറഞ്ഞ 4 പേരുടെയും ഞാൻ ശ്രദ്ധിക്കുക, റെജി ലൂക്കോസ് അടക്കം. ഇതിലൊരു പ്രധാന പ്രശ്നം നമ്മൾ വിട്ടുപോകുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആശയത്തിന്റെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്കാണ്. ഞങ്ങളൊക്കെ അതിൽ 30 വർഷം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പ്രത്യയശാസ്ത്രത്തിന്റെ എന്താ പറയുക, പശ കൊണ്ട് അണികളെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയായി. ഇന്നിപ്പോ പാർട്ടിക്ക് എന്താ പ്രത്യയശാസ്ത്രമുണ്ട്? ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം മുതൽ സോഷ്യലിസ്റ്റ് വിപ്ലവം വരെയുള്ള നിരവധി കാര്യങ്ങൾ ക്ലാസ് എടുത്ത് പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് അങ്ങനെ ഒരു ചർച്ചയുടെ പ്രസക്തി പാർട്ടിക്കകത്തില്ല. രണ്ടാമത്, നേരത്തെ പറഞ്ഞ ഇപ്പോ ഏറ്റവും ഒടുവിൽ VS അടക്കം TP ചന്ദ്രശേഖരനും VS അച്യുതാനന്ദനും അതിനു മുമ്പ് ഗൗരി അമ്മയും MBR-ഉം ഒക്കെ അടക്കം, അതിനു മുമ്പുള്ള 64 പിളർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ EMS-ഉം VS-ഉം തമ്മിലുള്ള ഇതൊക്കെ, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്ര പരിവേഷം നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞു. സംഘടനാപരമായ ഒരു പ്രശ്നം മാത്രമല്ല, അതിനൊരു പ്രത്യയശാസ്ത്രം MN വിജയൻ മാഷെ പോലെയുള്ള ആൾ വളരെ നന്നായി അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷെ ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോൾ ആരോപണം എന്താ? ഇപ്പൊ 4ാം ലോകമല്ല, റിച്ചാർഡ് ഫ്രാങ്കി അല്ല, ഫണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നുമല്ല, വലതുപക്ഷവൽക്കരണമല്ല. ഇപ്പോഴുള്ള ആരോപണങ്ങളുടെ ഒരു പട്ടിക നോക്കും. ഞാൻ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ജനറലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, അത് കൊഴിഞ്ഞാമ്പാറ മുതൽ മംഗലപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. എന്തിനാ കൊഴിഞ്ഞാമ്പാറ കാണണേ? ആളറിയാതെ ആത്മകഥ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന ഒരു പാർട്ടിയാണിത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ആത്മകഥ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. അത്ര വരെ എത്തി നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഒരു വശം. ഇതിൽ വരുന്ന ആരോപണങ്ങൾ എന്താ? ഈ ആരോപണങ്ങൾ മുഴുവൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നവുമില്ല. അഴിമതിയുടെ, തട്ടിപ്പിന്റെ, സ്ത്രീ പീഡനത്തിന്റെ, ക്വാറി മാഫിയയുടെ, മണൽ മാഫിയയുടെ ഇത് തുടങ്ങി ഈ ആരോപണങ്ങൾ മുഴുവൻ എങ്ങനെയാണ്? ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ സ്ത്രീകളടക്കം പ്രതിരോധിച്ചത്, കൊഴിഞ്ഞാമ്പാറയിൽ വന്നത് ഒക്കെ തന്നെ എങ്ങനെയാണ്? എന്താ ആരോപണം? അല്ലാണ്ട് ഇവരാരും പ്രത്യയശാസ്ത്ര ലംഘനം, അങ്ങനെ പ്രത്യയശാസ്ത്രമില്ല, അതുകൊണ്ട് ലംഘനം നടത്താനില്ല. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കോൺഗ്രസിന് പ്രത്യയശാസ്ത്രം. കോൺഗ്രസിൽ അതിന് കുഴപ്പമില്ല. കോൺഗ്രസിൽ പ്രധാന ഗ്രൂപ്പാണ്. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, V ഗ്രൂപ്പ്, C ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയാണ്. നമുക്ക് അതിൽ ഒരു ടെൻഷനും ഇല്ല. കാരണം ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിലേക്ക് പോകാനൊന്നും ഒരു മടിയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനെ നമ്മൾ ഒരു ജനക്കൂട്ടത്തിന്റെ പാർട്ടിയായി കണ്ടത്. പക്ഷെ ജനക്കൂട്ടത്തിന്റെ പാർട്ടിയായിട്ടല്ല CPM എന്നത്. CPM ഞങ്ങൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണെന്നാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് എന്നുള്ളത് എല്ലാവരും കളഞ്ഞു. ഇപ്പൊ ആ ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പേരിലുള്ള സംഘടനാ രീതി മോളിൽ നിന്ന് മാറ്റും. മോളിൽ നിന്ന് എങ്ങനെ മാറ്റാൻ പറ്റും? മോളിൽ നിന്ന് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഇവർ ആഭ്യന്തര ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം, ജനാധിപത്യ വികേന്ദ്രീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ എനിക്കിന്റെ വായിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഒരുപാട് കാലം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ആ സാധനത്തിലേക്ക് ഇപ്പൊ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ പി ജോയ് നല്ല ആളാണോ? ഈ ഇദ്ദേഹം നല്ല ആളാണോ? കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നല്ല ആളാണോ? നേരത്തെ ഇന്നലെ BJP-യിലേക്ക് ഒരാൾ, അയാൾ നല്ല ആളാണോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഇപ്പോ ഈ വിപിൻ സി ബാബു ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് BJP-യിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുകയാണ്. പാർട്ടിയിലെ ആളുകളെ രാഷ്ട്രീയപരമായി വളർത്തിയെടുക്കുക, 10-20 വർഷത്തെ രാഷ്ട്രീയ ചരിത്രമുള്ള ആളുകളാണ്. പിറ്റേ ദിവസം BJP ആകാൻ സാധിക്കുന്ന, BJP-യാണ് കൂടുതൽ ജനാധിപത്യ പാർട്ടി, കൂടുതൽ മതേതര പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധമാണ് ഈ പറയുന്ന സംഘടനാ ശേഷിയിൽ നിന്ന് അവർക്ക് ആർജിച്ചു വെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മതേതര പാർട്ടിയാണ് BJP എന്നൊരു CPM-കാരൻ എപ്പോഴെങ്കിലും പറയണമെങ്കിൽ, 25 കൊല്ലമായ ഒരു CPM-കാരൻ പറയണമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ബോധം എന്താണ്? ഇയാൾ ഇന്നലെ വരെ പാർട്ടിയിലുണ്ട്. ഇന്നലെ വരെ പാർട്ടിയിലുള്ള ആൾക്ക് ഇന്ന് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ തോന്നുന്നതിന്റെ അതിന്റെ ആവശ്യം എന്താ? അതിന്റെ കാര്യം എന്താ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അഴിമതി ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ ഒരു ഒറ്റ വാക്കുകൂടി, നേരത്തെ പറഞ്ഞ ഈ ബന്ധം, നേതൃത്വവും അണികളും തമ്മിലുള്ള ബന്ധം അഴിമതിയുടെ പശ കൊണ്ടുണ്ടാക്കിയത്. പാവപ്പെട്ട കുറെ ആളുകൾ അന്ധമായതിൽ വിശ്വസിക്കുന്നുണ്ടാവാം. ഒരു നേതാവിനെ വേറെ നേതാവ് ആശ്രയിക്കുന്നത് അഴിമതിയുടെ പശ കൊണ്ടാണ്. അങ്ങനെയാണ് സംഘടന രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാചകം പറയുന്നത് ഇതാണ്: ഒരു പാർട്ടി ഒരു സ്ത്രീ പീഡനത്തിന് പുറത്താക്കിയ ഒരു മനുഷ്യൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യൻ ഒരു പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ പെട്ടെന്ന് ഒരു ദിവസം സംസ്ഥാന കമ്മിറ്റിയിൽ വരികയും ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ പൊളിറ്റിക്കൽ പൊസിഷനിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊസിഷനിൽ വരികയും കണ്ടത് ഞാനും മാധുവും ജോക്കബ് ജോർജും റെജി ലൂക്കോസും എല്ലാവരും കണ്ടതാണ്. ഒരു സമ്മേളനങ്ങളും പങ്കെടുക്കാതെ നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ്. ഒരു സമ്മേളനത്തിന് പ്രതിനിധിയല്ല, കാരണം പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? അയാൾക്കെതിരെയുള്ള ആരോപണം എന്താ? അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതാര?
ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ മാധു, ഈ സംഘടന എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്ന ചില ആളുകളുടെ താല്പര്യം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നതാണ് പ്രശ്നം. മാത്രമല്ല ഏറ്റവും ആനുകാലികമായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും മുഖ്യമന്ത്രി അടക്കം കൃത്യമായി എടുത്തു പറയുന്ന സമരഭരിതമായ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഇപ്പോൾ അവകാശപ്പെടാനും കഴിയുന്നവരാണ്. ശ്രീ മധു മുല്ലശ്ശേരി കേൾക്കാമല്ലോ അല്ലേ? ശ്രീ മധു മുല്ലശ്ശേരി കേൾക്കാമല്ലോ? ശ്രീ മധു മുല്ലശ്ശേരി, ഈ പ്രശ്നമുണ്ടായ സമയത്ത് CPM-ന്റെ സംസ്ഥാന നേതൃത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് അങ്ങ് സംസാരിച്ചോ? നേരത്തെ നമ്മൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് സെക്രട്ടറിയോട് സംസാരിച്ചില്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അവരാരും ഈ പറഞ്ഞ കണക്കൊരു തീരുമാനമെടുക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങേ മാറ്റി നിർത്തുക എന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം തീരുമാനമായി പിന്നെ നടപ്പിലാക്കുകയായിരുന്നു എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? ഇല്ലല്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമുണ്ടെന്ന് തോന്നുന്നില്ല. ജോയി ഒരു 8 മാസമായി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം, 1 വർഷത്തിന് ശേഷം എടുത്തിട്ടുള്ള നിലപാടുകൾ ആണ് എനിക്ക് പറയാനുള്ളത്. എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും എതിരുമായിട്ടാണ് ജോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ജോയിയുടെ ഒറ്റ തീരുമാനമാണ്. നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞെന്നാണ്, പാർട്ടി സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി. CPM-നെ സംബന്ധിച്ചോളം അത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാലും ഈ പറഞ്ഞ കണക്ക് അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നാലും സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി. അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം ആണ് മുഖ്യമായി കാണേണ്ടത്. അങ്ങ് പാർട്ടി വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മുന്നിലുള്ള രാഷ്ട്രീയ വഴി എന്താണ്? BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ പോവുക എന്നുള്ളതാണോ? അല്ല, അത് BJP-യിലെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് 2 ദിവസത്തിനകത്തൊരു തീരുമാനം എടുക്കും എന്നാണ് അതിനെ തീരുമാനിക്കുന്നത്. എന്തായാലും ഇന്നാണോ ഉണ്ടായിരിക്കുന്നത്? കുറച്ച് ദിവസമായി ഞാനിത് മനസ്സിൽ കൊണ്ട് ഇന്നാണ് ഏതാണ് വഴിയെന്ന് തീരുമാനമെടുത്തിട്ടില്ല. ഏതാണ് വഴിയെന്ന് തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും രാഷ്ട്രീയത്തിലുണ്ടാവും. CPM-ൽ ഇനിയില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. CPM-ൽ ഉണ്ടാവാനായിട്ട് നമ്മളെ പാർട്ടിക്ക് ഒരു സംഘടനാ രീതിയുണ്ട്. നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അതിൽ പാർട്ടി ഏരിയ സെക്രട്ടറിയെ പുറത്താക്കിയതായിട്ട് ഒരു പത്രസമ്മേളനം വരും, ഒരു കത്തും വരും. അതാണ് സാധാരണ നടക്കുന്ന രീതി. അത് ഞാൻ വളരെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യവും. പുറത്ത് പോകേണ്ടി വരും. ഈ ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം എന്നായിരുന്നാലും എനിക്ക് പുറത്ത് പോകേണ്ടി വരും. ഈ 8 മാസ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അത് ഏരിയ സമ്മേളനത്തിൽ ആയി എന്നുള്ളതാണ് സംഭവിച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഏതോ ഒരു പ്രതിനിധി പറയുന്ന കേട്ടത് അങ്ങനെ ഇതെല്ലാം പോവേണ്ടതാണ്, അങ്ങനെയൊന്നും പോകേണ്ടുള്ളൊരു പാർട്ടിയല്ല. 1982 മുതൽ ഇതിനകത്ത് നിന്ന് പ്രവർത്തിച്ച് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ളൊരു ആളാണ് ഞാൻ. അങ്ങനെയൊന്നും പ്രവർത്തിച്ച് അങ്ങനെ പോയതല്ല, ഒരു സുപ്രഭാതത്തിൽ പോയതല്ല. പക്ഷേ അവഗണനയ്ക്ക് ഒരു മര്യാദയുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ പുറത്ത് പോയതാണ്. ശ്രീ മധു മുല്ലശ്ശേരി, മറ്റുള്ളവർക്ക് പറയാൻ പേടിയുണ്ട് എന്ന് അങ്ങേക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് മറ്റു വഴികൾ മുന്നിലുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാമെന്നൊരു മാനസിക നിലയിലേക്ക് എത്തിയപ്പോഴാണോ? അല്ലല്ല, അങ്ങനെയല്ല. അതിന് ശേഷമാണല്ലോ ഇത് ഇറങ്ങി വന്നതിന് ശേഷമാണല്ലോ ഈ തീരുമാനങ്ങളെല്ലാം വരുന്നത്. വളരെ കൊച്ചിയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ആളാണല്ലോ. വളരെ കൊച്ചിയിലെ വന്ന രാഷ്ട്രീയ പ്രവർത്തനം. അതിപ്പോൾ ഈ പാർട്ടി നമ്മൾ തുറന്നു വന്നൊരു പാർട്ടിയുടെ സംഘടനാ രീതി ഇതെല്ലാം നിൽക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അതിന് ചിലപ്പോൾ കോൺഗ്രസ് ആവാം, ചിലപ്പോൾ BJP ആവാം, വേറെ ഏതെങ്കിലും പാർട്ടി ആവാം. എന്തായാലും രാഷ്ട്രീയ രംഗത്തുണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ അങ്ങേലേക്ക് തിരിച്ചു വരാം. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാവും. ഓക്കെ, ശരി. ശ്രീ റെജി ലൂക്കോസ്, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ശ്രീ മധു മുല്ലശ്ശേരി നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നത് കൊണ്ട് കൂടുതൽ സമയം തിരുവനന്തപുരത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നതിനപ്പുറത്ത് അതിപ്പോൾ ഏറിയും കുറഞ്ഞും ജോയും അദ്ദേഹവും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെയോ രാഷ്ട്രീയ ബലാബലത്തിൻ്റെയോ ഒക്കെ ഒരു പരിണിത ഫലം എന്ന് പോലും വിചാരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് മറ്റു പലയിടങ്ങളിൽ കരുനാഗപ്പള്ളിയിൽ സംഭവിക്കുന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ? ഈ കൊഴിഞ്ഞാമ്പാറയിൽ വിമത സമ്മേളനം നടന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ? പാലക്കാട് കൊടുമണിൽ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിൽ മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും പാർട്ടിക്കുണ്ടോ? മാധു, CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒരു കരുത്തെന്ന് പറയുന്നത് നടപടി എടുക്കാനായിട്ട് ആർജവമുള്ളൊരു പാർട്ടി എന്നുള്ളതാണ്. അത്രയ്ക്കും തന്നെയുള്ള പാർട്ടി കേരളത്തിൽ മറ്റൊരു പാർട്ടിയില്ല. ഇവിടെ ഗോവിന്ദ മാഷ് ഇന്നലെ കരുനാഗപ്പള്ളി ചെന്നു, കൊല്ലത്ത് ചെന്നു. കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇത് ആദ്യമൊന്നുമല്ല.
കേരളത്തിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടോ അല്ലാതെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന പാർട്ടിയുടെ ഘടകങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ സംഭവമല്ല. ഇതിലൊക്കെ വലിയ ആളുകൾ ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എം പി രാഘവൻ ഈ പാർട്ടി വിട്ടു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട KR ഗൗരിയമ്മ ഈ പാർട്ടി വിട്ടു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇനി മറ്റൊരു കാര്യം അന്നുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ മാഫിയ ബന്ധവും ഇതുപോലെ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡന കേസും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണോ? താരതമ്യം ചെയ്യുമ്പോ നമ്മള് ഒരു താരതമ്യം വേണ്ടേ? അല്ല, ആ ചോദ്യം വളരെ ന്യായമാണ്. അതിനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ. പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായ ഒരു അടിത്തറയാണ്. ഞാൻ പറഞ്ഞത് ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പൊ ഇതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സാധനങ്ങളൊന്നും ലഭിക്കാതെ വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ആരാണ് സാധനങ്ങളിൽ എത്തേണ്ടത്, ആർക്കാണ് പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നത് പാർട്ടി തീരുമാനിക്കുക, അത് അനുസരിക്കുക എന്നുള്ളതാണ് CPM പ്രവർത്തനം ചെയ്യേണ്ടത്. ഇനി ഇത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. അല്ല, അതങ്ങനെ പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ഈ സമ്മേളന കാലയളവിൽ ഗോവിന്ദൻ സ്വാമി പോയി അമീറുൽ ഇസ്ലാം വരുന്നു എന്ന് ബോർഡ് പിടിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകർക്ക് മാർച്ച് നടത്തേണ്ടി വരുന്നത്, മാധ്യമപ്രവർത്തകരോടൊക്കെ പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഈ പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പുറത്തുനിന്ന് പറയേണ്ടി വരുന്നത്. അല്ല മാധു, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട പോസ്റ്ററുകളും പദാവലികളൊക്കെ ഉയർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ അപമാനിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതൊരു വിചിത്രമായ അങ്ങനെ പറയരുത് കേട്ടോ. അതായത് നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ വനിതാ പ്രവർത്തകർ, നിങ്ങൾ അവരെ തള്ളി പറയരുത്. അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യരുത്. അവർക്ക് അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുകൊണ്ട് പരാതി പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതെ പോയി, അത് പരിഗണിക്കാതെ പോയെന്ന ബോധ്യത്തിൽ നിന്ന് അവർ പരാതി വരുമ്പോൾ വൃത്തികെട്ട മുദ്രാവാക്യാവുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊന്നും ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതല്ല. പാർട്ടിയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക, പാർട്ടി അതനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തും. അങ്ങനെ ഉണ്ടായില്ല എന്നവർക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? ശ്രീ റെജി ലൂക്കോസ്, പരിഹാരം ഉണ്ടായില്ല എന്നവർക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? അല്ല, പരിഹാരമില്ല എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ട്? ഈ പാർട്ടിയിൽ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത പാർട്ടിയാണോ? ആ തോന്നൽ തന്നെ തെറ്റല്ലേ? അങ്ങനെ തോന്നില്ലെങ്കിൽ മേൽഘടകങ്ങളുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോ സമ്മേളനം നടക്കുന്ന കാലമല്ലേ? അപ്പൊ അതിനകത്ത് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി ഈ മേൽഘടകങ്ങളും നിസ്സഹായരാണ് എന്നുള്ളതാണ്. അതായത് കൊടുമണ്ണിലെ ഏരിയ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ വിളിപ്പാട് അകലെയാണെന്നേ. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മേൽഘടകമാണല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. അത് പാർട്ടി അങ്ങയുടെ വ്യാഖ്യാനം ഒന്ന് പറയൂ. അതിൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ട് അങ്ങയുടെ വ്യാഖ്യാനം ഒന്ന് പറയൂ. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വീടിന് തൊട്ടടുത്ത് ഞാൻ പറയാം. അല്ല, ഞാനൊന്ന് പറയുന്നത് പൂർത്തിയില്ല. എനിക്ക് പറയാനായത് ഒരു മിനിറ്റ് അവസരം തരൂ. CPM-നകത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ 1 കിലോമീറ്റർ അപ്പുറമാണ് 3 കിലോമീറ്റർ അപ്പുറമാണെന്നുള്ള വിഷയമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാർട്ടിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരാണ് ഈ പാർട്ടിയെ വ്യാഖ്യാനം. ജേക്കബ് ജോസ് സാറിനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ഈ മധു എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പറഞ്ഞത് എന്താ? ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതായത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെയല്ലേ ഇത്ര ആൾക്കാരെ നിങ്ങൾ ഈ ചാനലിൽ ഇരുത്തിക്കൊണ്ട് ഈ പാർട്ടിനെ ഏതാണ്ട് വലിയ രീതിയിലുള്ള ആഘാതം കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? BJP-യിലേക്ക് പോകണമെന്നാ പറഞ്ഞത്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാ രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു സാധാ CPM പ്രവർത്തകന് ഈ ചർച്ചയിലല്ലേ കേട്ടത് ശ്രീ റെജി ലൂക്കോസ്? അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചില്ല, CPM-ൽ ഇനിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാ കേട്ടത്. അല്ല, ഞാൻ കേട്ടത് അങ്ങനെ തന്നെ. പക്ഷെ അതിനകത്ത് ബിജെപിയുടെ നേതാക്കന്മാരെ ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നുള്ളൂ പറഞ്ഞു. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ്? പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. ഇവിടെ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കോൺഗ്രസും BJP-യും ആശയവിനിമയം നടത്തുന്നു. നിങ്ങൾക്ക് ഏകപക്ഷീയമായി അതിന് കുറ്റം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞു വ്യാഖ്യാനിക്കരുത്. പീസരി പരസ്യമായിട്ട് പ്രസ്താവിച്ച് പീസരിന് ആശയപരമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPM-ന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് അത് താൻ നിന്ന പ്രസ്ഥാനങ്ങളെ, താൻ ചെയ്ത നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട് ആശയപരമായി യോജിപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് എടുത്തിട്ടില്ല, അതിനെ സ്ഥാനാർത്ഥിയാക്കി. ഇനി അദ്ദേഹത്തിന് ഉപയോഗിക്കും.
സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് പി സരിന്റെ മാറ്റം എന്നൊക്കെ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതിങ്ങനെ മിഠായി പൊതിയിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഇതിൽ പാർട്ടിയുടെ ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾക്ക്, ലോക്കൽ കമ്മിറ്റിക്ക്, ഏരിയ കമ്മിറ്റിക്ക്, ജില്ലാ സെക്രട്ടറിക്ക് എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇത് പാർട്ടിയുടെ നേതൃത്വത്തിന് നോക്കൂ. എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനം, നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം, അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളുടെ തുടർച്ച, അതിലാണ് ഇത്രയേറെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതിന്റെ സംഘടനാ സംവിധാന ശേഷിയിൽ എങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയും? നോക്കൂ മാധു, പണ്ട് തലപ്പത്തായിരുന്നു ഈ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നത്. അതിനെ വിഭാഗീയത എന്ന ഓമന പേരിട്ട് അവർ വിളിച്ച് അത് പരിഹരിക്കാൻ പറ്റും. ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ നേതാക്കളെ അണിനയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അണിനയിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ഒരു ജനക്കൂട്ടമാണത്. പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നവരെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവർ കൊടിയും പിടിച്ച് പ്രകടനം നടത്തുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത് നേതൃതലത്തിൽ ഇപ്പോൾ അച്ചടക്കമില്ലല്ലോ. ഇപ്പോൾ അതൊക്കെ ഈ പ്രവർത്തകർ കാണുകയല്ല. അതായത് ഇപ്പോൾ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് BJP നേതാവുമായി സംസാരിച്ചിട്ടാണോ ഈ നടപടിയെന്ന് ചോദിച്ചപ്പോൾ അതും ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് TP രാമകൃഷ്ണൻ LDF കൺവീനറോട് ചോദിച്ചു ഈ നടപടി എന്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് BJPയുമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നേതൃത്വത്തിൽ തന്നെ ഒരു വിധത്തിലുള്ള ധാരണയുമില്ലാതെ, അത് പ്രത്യയശാസ്ത്രപരമൊന്നുമല്ല. ശ്രീ നീലകണ്ഠൻ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ എനിക്കറിയില്ല. ഇവരെപ്പോഴും പറയുന്നത് കാര്യമുണ്ട്, അടവ് നയം. ഈ പാലക്കാട്ടും അതിനെ നടന്നത്. ഈ അടവ് നയം ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ വെറുക്കും. അതായത് ഭരണത്തിൽ ചിലർക്ക് മാത്രമേ ഇപ്പോൾ പിടുത്തമുള്ളൂ. പാർട്ടി ഒരു സുഖലോലുപതയിലേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണല്ലോ തുടർ ഭരണം ആപത്താണ് എന്ന് തോന്നിത്തുടങ്ങിയത്. അങ്ങനെ തുടർ ഭരണം വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഏരിയ സെക്രട്ടറി ആണെങ്കിൽ, മുന്നേ ഏരിയ സെക്രട്ടറി ആണെങ്കിലും അതുപോലുള്ള ഏരിയ സെക്രട്ടറിമാരും ഇതൊക്കെ അനുഭവിച്ചവരാണ്. ഈ പാർട്ടിയുടെ തുടർ ഭരണത്തിലെ സുഖലോലുപത അനുഭവിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് പാർട്ടി പോകുമ്പോൾ പഴയ കാലത്തെ പാർട്ടി സംവിധാനമല്ലെന്ന്. കാരണം ആരാണോ വരുന്നത് അന്ന് കിട്ടുന്ന വഴിയിൽ നിന്ന് കിട്ടുന്ന എന്താണ്, അത് പാഴ്വസ്തുവാണോ നല്ല വസ്തുവാണോ നോക്കാതെ അതിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വെള്ളം കോരി വിറക് വെട്ടിയവരൊക്കെ അവിടെ സ്ഥാനം വരുന്നില്ല. അപ്പോൾ അവർ നേതാക്കൾക്കെതിരെ പ്രതികരിക്കും. നേതാക്കൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആ നേതാവിനെ നിയന്ത്രിക്കേണ്ട സംസ്ഥാന നേതാവാണ്. പക്ഷേ സംസ്ഥാന നേതാവ് എന്ന് പറയുന്നത് ഈ നേതാവിൻ്റെ അധീനതയിലോ അല്ലെങ്കിൽ സംസ്ഥാന നേതാവിൻ്റെ അധീനതയിലോ ആയിരിക്കും ഈ താഴെത്തട്ടിലുള്ള ജില്ലാ നേതാവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കാലമായിട്ട് ഈ പാർട്ടി ഇത് പൊട്ടിത്തെറിന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, പക്ഷെ നീറിപ്പുകയാണ്. പൊട്ടിത്തെറിന്ന് ഞാൻ പറയില്ല, നീറിപ്പുകയാണ്. ഈ ഉമ്മി പുകഞ്ഞ് നീര് ഉമിക്കരിയാവുന്നൊരു ഘട്ടമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. കാരണം മാധ്യമങ്ങളിൽ ഇത് വരുന്നു, വിഭാഗീയതയുടെ വാർത്ത വരുന്നു. ആ വാർത്ത കണ്ട് മറ്റുള്ളവർ എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും ചോദ്യം ചെയ്തുകൂടാ എന്ന രീതിയിലേക്ക് വരികയാണ്. അവിടെ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. ശ്രീ നീലകണ്ഠൻ, MV ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പ്രത്യയശാസ്ത്രപരമായ ഒരുപാട് ക്ലാസ് എടുത്താലല്ലേ എന്ത് നടപടിയാണ് മാഷ് ഉണ്ടാക്കിയത്. ഇനി അതൊക്കെ പോട്ടെ, VB ചെറിയാൻ പണ്ട് CITU നേതാവ് പണ്ട് പറഞ്ഞൊരു കഥയില്ലേ, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അക്കാലത്ത് EMS നമ്പൂതിരിപ്പാട് ഭരണത്തിലേറാൻ വേണ്ടി ചെയ്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നെ എല്ലാം തെളിഞ്ഞില്ലേ. 1980 ഇടതുപക്ഷം രൂപീകരിച്ചപ്പോൾ കേരള കോൺഗ്രസിനെയും അതുപോലെ ലീഗിനെയും കൂട്ടിയില്ലേ. ഇനി 1980 അവസാനത്തിൽ PJ ജോസഫിനെ കൂട്ടിയില്ലേ. അപ്പോൾ പ്രത്യയശാസ്ത്രമൊന്നുമില്ല, അധികാരം കിട്ടാനുള്ള അവസരങ്ങൾ മുതലാക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ മാധു, ഇവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ തുടർഭരണകാലത്ത് ഏരിയ ലോക്കൽ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സജീവ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം എന്താണെന്നോ അവർക്ക് ആരെയാണ് വിശ്വാസം എന്ന് അവർക്ക് തോന്നിയില്ല. അപ്പോൾ ഇപ്പം നേതാക്കൾക്ക് അടിത്തട്ടിൽ കിടക്കുന്ന പ്രവർത്തകരെ അവഹേളിക്കുന്നു, അടിത്തട്ടിൽ കിടക്കുന്ന പ്രവർത്തകർക്ക് നേതാക്കളിലോട്ട് വിശ്വാസവുമില്ല. അതുകൊണ്ടാണ് ഈ സമ്മേളന കാലയളവിൽ സാധാരണഗതിയിൽ ഈ പറയുന്ന പ്രതിനിധികളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും അല്ലാതെയും ഒക്കെ ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഒക്കെ ഭാഗമായി പല വിമർശനങ്ങളും വരുന്ന സാഹചര്യം. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ അങ്ങനെയൊക്കെ വരാം ഒരൊറ്റ നിമിഷം. ശ്രീ CR നീലകണ്ഠൻ ഒന്ന് പിരിയേണ്ടതുണ്ട്, അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയതിനു ശേഷം തിരികെ വരാം. ശ്രീ CR നീലകണ്ഠൻ, പക്ഷേ പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിപ്പോ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അവിടെ നിന്ന് ജില്ലാ സമ്മേളനങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ തനിയാവർത്തനം ഉണ്ടാവുകയാണ് എങ്കിൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ തലവേദനയാകും.
അല്ല അതെന്തുണ്ടാവുന്ന നമുക്ക് ഭാവി പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ട് കാര്യത്തിൽ മറുപടി വരണം. ഒന്ന് എന്റെ സുഹൃത്ത് ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, പ്രത്യയശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞത് ഭാവി ഈ സമൂഹം എങ്ങനെയാകണം എന്ന ആഗ്രഹമുള്ള, അങ്ങനെയാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം മുമ്പോട്ട് പോയിട്ടത്, സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം, അതൊക്കെ എന്തായാലും ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം, ദേശീയ ജനാധിപത്യ വിപ്ലവം, CPI പറയുന്ന സാമൂഹ്യ മാറ്റം എന്നത് ഇന്നത്തെ സമൂഹം പ്രശ്നമാണ്, വ്യവസ്ഥിതി പ്രശ്നമാണ്, മാറണമെന്ന് ചിന്തിക്കുന്നതാണ് പ്രത്യയശാസ്ത്രം. അത് ഏത് രൂപത്തിൽ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും പ്രത്യയശാസ്ത്രം. ഇന്ന് അത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും CPMന്റെ നേതൃനിരയിലില്ല. ഇപ്പോൾ അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. നാളെ വിപ്ലവത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ കുറിച്ചോ പറയുന്നില്ല. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു, ഇവിടുന്ന് ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, സോവിയറ്റ് യൂണിയൻ മുതൽ ബംഗാളും ത്രിപുരയും വരെ ലോകത്തിന്റെ വലിയൊരു ഭാഗം ആളുകൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശയം ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ഉപേക്ഷിച്ച് പോയതിന് കാരണം എന്താ? അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രം. ഈ നേരത്തെ പറഞ്ഞ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. നാളെ സോഷ്യലിസം ഒരു വിശ്വാസമുള്ള ഒരു കുഞ്ഞുകുട്ടി പരാധീനം ഈ പാർട്ടിയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരെന്തിനാ ഇതിൽ നിൽക്കണേ? അവർ നിൽക്കുന്നത് അവരുടെ കാര്യത്തിനാണ്. ശ്രീകുമാർ പറഞ്ഞതിനോട് ഭാഗികമായി യോജിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, കോട്ട് ആൻഡ് കോട്ട്. അപ്പൊ ആ വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം തകർന്നാൽ പോകും. അതുകൊണ്ടാണ് ഇത് ഒരു സ്ഥലത്തുണ്ടാകുന്നത് തന്നെ. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ ഇത് വന്നപ്പോഴും ഈ റിജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞെന്താ, നന്ദിഗ്രാം ഒന്നും ഒരു പ്രശ്നമല്ല, അവിടെ ചില മാധ്യമങ്ങൾ പറയുന്ന കാര്യമാണ്. ഇപ്പൊ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ പറഞ്ഞ സോവിയറ്റ് യൂണിയനിലും പോളണ്ടിലും ഒക്കെ സംഭവിച്ചില്ലേ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് മാധ്യമങ്ങളുടെ പ്രശ്നം മാത്രമാണ്? അല്ല. ഈ പറഞ്ഞതുപോലെ ലെനിനിസ്റ്റ് സംഘടനാ രീതി, കേന്ദ്രീകൃത നേതൃത്വം, കേന്ദ്രീകൃത ജനാധിപത്യം, ഞങ്ങൾ മുകളിൽ നിന്ന് പറയുന്നത് താഴെ നടപ്പാക്കും തുടങ്ങിയ വാചകമടികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് താഴെത്തട്ടിലെ ആളുകൾക്ക് മനസ്സിലായി. കാരണം മുകളിൽ പോകുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കൾ അടക്കം മുകളിൽ പോകുന്നു. സ്ത്രീപീഡനമേറ്റാലും നേതാവ് അവിടെ തുടരും, സ്ത്രീപീഡനത്തിന്റെ പറഞ്ഞാലും തുടരും, അല്ലെങ്കിൽ ക്വാറി മാഫിയയുടെ ആളെന്ന് പറഞ്ഞാലും തുടരും. മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും അടക്കം ആരോപണം നേരിടുന്ന ഒരു ഘട്ടത്തിൽ താഴെയുള്ളവർക്ക് അഴിമതി ചെയ്താൽ അതിനെ കുറ്റം പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു തരത്തിലേക്ക് ഒരു ഡൈല്യൂഷൻ അത് ഇനി അതുകൊണ്ട് ഈ സംഘടന നിലനിൽക്കില്ല. വളരെ ഞാൻ മറ്റതികളിലേക്ക് പോയിക്കൊള്ളട്ടെ. അങ്ങേക്ക് തിരക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ സമയത്തിന് അങ്ങേ അവസാനിപ്പിക്കുകയുമാണ്. ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, പക്ഷെ CR പറഞ്ഞു വെച്ചുപോയൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, അത് പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യയശാസ്ത്ര ബോധമില്ലാത്ത ആളുകൾ, പാർട്ടി ബോധമില്ലാത്ത ആളുകൾ പാർട്ടിയിലേക്ക് വന്നതിന്റെ പ്രശ്നം പാർട്ടി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ പത്തനംതിട്ട, ഈ വലിയ പ്രശ്നമുണ്ടായ പത്തനംതിട്ട നോക്കൂ, കാപ്പ കേസ് പ്രതികൾ പിന്നീട് DYFIക്കാരുടെ തലവലി പിടിച്ചു, അവരെ മാലയിട്ട് സ്വീകരിച്ചു അല്ലേ? പിന്നെ എത്രയോ അധികം സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ കയ്യിൽ വെച്ചിരുന്ന ആളുകൾ പിന്നീട് നടപടി നേരിട്ടു. മണ്ണ് മാഫിയുമായുള്ള ബന്ധം, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ താഴേക്കിടയിലുള്ളവർ നേരിടുകയാണ്. അതിന് കൃത്യമായി അത് അത്തരം സ്വഭാവമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരികയും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് തിരുത്തേണ്ടതാണ്, ഇവരെ ചെവിയിൽ പിടിച്ച് പുറത്തു കളയേണ്ടതാണ് എന്ന് വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ തീരുമാനിക്കുന്നത്. ആദ്യഘട്ടത്തിലേക്കില്ല, വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ തീരുമാനിക്കേണ്ട. അപ്പോൾ പാർട്ടിക്ക് തോന്നണ്ടേ, ഞങ്ങൾ നോക്കൂ, പണ്ടൊരു പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് ഇപ്പോൾ വേണ്ടാന്ന് വെക്കാം, എത്ര പ്രസ്റ്റീജിയസ് ആണ്, എത്ര കാലം തെളിയിക്കണം, അഗ്നിശുദ്ധി വരുത്തണം അല്ലേ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. എന്നിട്ട് ഈ പറയുന്ന ആളുകളെ മാലയിട്ട് സ്വീകരിക്കുകയാണ്. അവിടെ പിഴച്ചു പോയതാണ്. അങ്ങനത്തെ അപചയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, CPMൽ എന്നല്ല എല്ലാ പാർട്ടികളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെ നടന്നു. ഞാൻ പത്രത്തിൽ വായിച്ച അറിവേ ഉള്ളൂ, എനിക്ക് നേരിട്ട് അറിവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുപോലെ പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഫിലിപ്പോസ് തോമസ്. എത്രയോ കാലമായി കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ സുശക്തമായ കോട്ട കാത്ത കാവലാളായിരുന്നു ഫിലിപ്പോസ് തോമസ്. എൻ്റെ അയൽവക്കക്കാരനാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് അത് തൻ്റെ ഇടമായിട്ട് പറയാൻ പറ്റും. ഫിലിപ്പോസ് തോമസ് വർഷങ്ങൾ അതിൻ്റെ പാർട്ടിക്ക് നിന്നു, ലോക്സഭാ സീറ്റ് കൊടുത്തു, മത്സരിച്ചു, ജയിച്ചില്ല. പിന്നീട് അദ്ദേഹം പാർട്ടിക്കാരനായിട്ട് പ്രവർത്തിച്ചു. അല്ലല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രതികളെ ചേർക്കണം എന്നല്ല. അവസാനം ഫിലിപ്പോസ് തോമസ് അവിടെ തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ജന്മകാലം മുതൽ ആ കോപ്പറേറ്റീവ് ബാങ്ക് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു. ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള വരുന്ന എൻ്റെ നേതാക്കന്മാർ ഒടുവിൽ അതിപ്പോൾ CPMന്റെ കയ്യിലായി, ഭരണത്തിലായി. അല്ല വ്യത്യാസം കണ്ടോണേ. എന്നിട്ട് ഫിലിപ്പോസ് തോമസ് അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി. പാർട്ടിക്കകത്തേക്ക് അങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്നു ഫിലിപ്പോസ് തോമസ് എന്ന നല്ല ആന്റണി പക്ഷത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളെ നേതാവ്. അങ്ങനെയും നടക്കുന്നുണ്ട്, നടക്കാം.
ഞാൻ പറയുന്നത് ഒരു പാർട്ടിയിൽ നിന്നും ഇതുപോലെ മധു മുല്ലശ്ശേരിയെ പോലെ ഇത്രയും കാലം ഒരു നൂറ്റാണ്ട് ചരിത്രമുള്ള അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള പാർട്ടിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് പുറത്തു പോകുന്നത് ശരിക്കും മധുവിന് ക്ഷീണമാണ്, മധുവിന് നഷ്ടമാണ്, പാർട്ടിക്ക് നഷ്ടമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് KV തോമസിനെ പറഞ്ഞു വിട്ടപ്പോൾ, അതേപോലെ KP അനിൽകുമാറിനെ പറഞ്ഞു വിട്ടപ്പോൾ ഇനി ഇതേ അഭിപ്രായമാണ് മധു പറഞ്ഞിട്ടുള്ളത്. ശരിയല്ല അത്. അതുപോലെ സാക്ഷാൽ KM മാണി വിഭാഗം കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെ അപ്പാടെ പറഞ്ഞ് വിടുകയാണ് മുന്നണിയിൽ നിന്ന്, ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയും കൂടി. അപ്പോഴും ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സിന് UDF ഒരാളെ പോലും നഷ്ടപ്പെടാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല എന്ന് ഇന്നും അതാണ്. അതുകൊണ്ട് ഒരാളെ പോലും നഷ്ടപ്പെടുത്തരുത് കഴിവതും. പിന്നെ ചില നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ വരാം. പിന്നെ നമ്മുടെ ശ്രീകുമാർ പറഞ്ഞു മാധ്യമങ്ങൾ ഇതെല്ലാം പുറത്തു കൊണ്ടിരുന്നു. ശ്രീകുമാറെ, ഇത് പണ്ടുമുണ്ട്. മാധ്യമങ്ങൾ ഇപ്പം നമ്മുടെ ഗോവിന്ദൻകുട്ടി തിരുവനന്തപുരത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഞങ്ങളുടെയൊക്കെ വലിയ ബഹുമാന്യനായ ഒരു ഗുരുവായിരുന്നു ഗോവിന്ദൻകുട്ടി. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫായിരുന്നയാൾ. അദ്ദേഹം ഇങ്ങനെ സിഗരറ്റും വലിച്ചും കൊണ്ട് മാതൃഭൂമിയുടെ ബ്യൂറോയിൽ വന്നിരിക്കും. എന്താ സ്കൂപ്പ് അടിച്ചിട്ട് വരുന്നതാണ്. സ്കൂപ്പ് എത്രയാണെന്ന് പിറ്റേത്ത് കാണാൻ പറ്റുള്ളൂ. എല്ലാ MBR കഥകളൊക്കെയാണ്. അദ്ദേഹത്തിന് CPM പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ശ്രീകുമാരെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അദ്ദേഹത്തിന് വിവരം കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ. ഗോവിന്ദൻകുട്ടി ഇതുകൊണ്ട് പത്രങ്ങളിൽ വരുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ, CR നീലകണ്ഠൻ പറഞ്ഞു പ്രത്യയശാസ്ത്രം. ശരിയാണ്. ഒരു കാലത്ത് പ്രത്യയശാസ്ത്രം, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ദൃഢത ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമൊക്കെ മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ ഇന്ന് CPM ഒരു സാധാരണ പാർട്ടിയായിട്ട് മറ്റ് പാർട്ടികളോട് മത്സരിക്കുന്ന ഭരണം പിടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. അതിൻ്റെതായ വ്യത്യാസങ്ങൾ പാർട്ടിക്കകത്ത് കണ്ടെത്തുന്നുണ്ട്. ശ്രീ മധു മുല്ലശ്ശേരി, ഇതിപ്പോൾ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ പറയുകയായിരുന്നു, ഇതിപ്പോൾ CPM ഒരു ഔദ്യോഗിക പാനലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോയ്ക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ അതിന് മറുപടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങ് ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം മറ്റൊന്ന് എന്ന് പറയുന്നത് ജോയ്ക്കെതിരായ സാമ്പത്തിക ആരോപണമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കി എന്നുള്ളത്. ഇപ്പോൾ CPM ഒരു വലിയ ഫണ്ട് മുകളിൽ നിന്ന് താഴേക്ക് തെരഞ്ഞെടുപ്പിന് കൊടുത്ത് അത് ചെലവാക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ. അതത് ഘടകങ്ങളിൽ നിന്ന് സമാഹരിക്കുകയല്ലേ ചെയ്യുക. അവിടെ എങ്ങനെയാണ് ഒരാൾക്ക് സാമ്പത്തിക താല്പര്യം നിവർത്തിക്കാൻ കഴിയുക? ഇല്ലല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇവിടെ നാട്ടിൽ ആളുകൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നില്ല. വലിയ സാമ്പത്തിക സ്രോതസ് ശേഖരിച്ചു എന്നും ഞാൻ പറയുന്നതല്ല. ഇത് നാട്ടിൽ ജനങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇത് സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞതല്ല. അങ്ങ് ആരോപണത്തെ ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ശരി, ആ ആരോപണത്തെ അങ്ങക്ക് ജോയുമായി വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പാർട്ടി പ്രവർത്തന ചരിത്രത്തിൽ നിന്ന് ആ ആരോപണം മുഖവിലക്കെടുക്കാൻ അങ്ങേക്ക് കഴിയുമോ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇത് ജനങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അല്ല, അതിപ്പോ അങ്ങ് പാർട്ടിക്കുള്ളിൽ പറയുകയാണെങ്കിൽ ശരി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുമ്പോൾ അത് അങ്ങേക്ക് കൂടി അല്ലല്ല. ഞാനിപ്പോ പാർട്ടി ഏരിയ സെക്രട്ടറി അല്ല. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി അല്ല. ഇറങ്ങിപ്പോകുന്ന ദിവസമാണല്ലോ ഇത്. അപ്പൊ അന്ന് അങ്ങ് അത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങേക്ക് അത് ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നത് എന്ന് കേൾക്കുന്നവർ കരുതില്ലേ? അങ്ങനെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ അന്നും പാർട്ടിയിൽ കാണൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഭിപ്രായം പറയണമെന്ന് തോന്നുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇത് പറയാനുള്ള ധൈര്യമില്ല. അതാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പാർട്ടിയിലില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. ഈ സമ്മേളന കാലത്ത് കൂടുതൽ ആളുകൾ ഈ വഴി തിരഞ്ഞെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എടുക്കും. ഈ പാർട്ടിയുടെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് മാറിയത് കൊണ്ടല്ല, വരും കാലങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഒരുപാട് ഇപ്പം അപാകതകളുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ല, ഇപ്പോൾ അങ്ങ് പറയുന്നത് അങ്ങേക്ക് ജോയുമായി കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിലെ അപാകതയെ പറ്റി അങ്ങ് പറഞ്ഞിട്ടില്ല. നിലവിൽ കാണുന്ന കാഴ്ചകൾ നമുക്കറിയാമല്ലോ. ഇപ്പം ഉദാഹരണത്തിന് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം 39,000 ചില്ലുവാന വോട്ട് പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായത് 12,000 വോട്ടാണ്. 12,000 വോട്ടാണ്. അതെല്ലാം നമ്മൾ കാണണ്ടേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
വലിയ മാറ്റമുണ്ടല്ലേ മറ്റ് കക്ഷികൾക്കുണ്ടായത്, CPM ഉണ്ടായില്ലല്ലോ. അല്ല, അവിടെ പക്ഷെ CPM വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് CPM വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് പാലക്കാട്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പാർട്ടിയുടെ 3ാം തവണയും ഏരിയ സെക്രട്ടറി ആക്കിയില്ല എന്നുള്ളതായിരുന്നല്ലോ അങ്ങയുടെ ആരോപണം എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടിക്കുള്ളിൽ അപജയം ഉണ്ടെങ്കിൽ ആ അപജയമുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി 3ാമതും അവരോധിതരാകണമെന്നാണോ അങ്ങ് വിചാരിച്ചത്? ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശരി, പറയുന്നത് ശരി. ഈ ഏരിയ സെക്രട്ടറി ആയിരുന്നാലും ദീർഘകാലം എനിക്ക് തുടർന്ന് പോകാനായി ഈ പാർട്ടിയിൽ കഴിയില്ലായിരുന്നു. ജോയ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം, അഥവാ ഏരിയ സെക്രട്ടറി ആയാലും എനിക്ക് ഇതിനകത്ത് തുറന്നു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ശരി, വളരെയധികം നന്ദി ശ്രീ മധുമുല്ലശ്ശേരി. മറ്റ് പാനലിസ്റ്റുകൾക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും പാർട്ടി സമ്മേളനങ്ങളുടെ കാലയളവിൽ വിവിധയിടങ്ങളിൽ നിന്ന് പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ഈ ചർച്ച കയറുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന അതൃപ്തി വലിയ തോതിൽ പുറത്തേക്ക് വരുന്ന സമയമാണ്. എന്താണ് വരും സമ്മേളനങ്ങളിൽ ഉണ്ടാവുക എന്നതുകൂടി രാഷ്ട്രീയ കൗതുകമുള്ള വിഷയമാണ്. വളരെയധികം നന്ദി.